ഹായ്, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനൊരു 1.25 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എല്ലോട് കൂടിയത് വേണം എടുക്കാൻ. നമ്മൾ അല്പം നെയ്യും എല്ലും എല്ലാം കൂടെ കൂട്ടിയിട്ട് വേണം എടുക്കാൻ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്ക് അതിന് വേണ്ടുന്ന ചേരുവകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, സവാള, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്. വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും സവാളയും ഒരേ അളവിലെടുക്കണം. ഇതെല്ലാം കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ഇടാം. ആദ്യം കറിവേപ്പില ഇടാം. ഒരു 3 തണ്ട് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില. ഇനി ഇതെല്ലാം ഇതിലോട്ടിടാം. ഇത് ഫുള്ളും ഇട്ടതിന് ശേഷം ഒരു 2 തക്കാളി ഇടാം. ഞാൻ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളും ഇട്ടതിന് ശേഷം തക്കാളി എടുക്കാം. സവാളയും ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്. ഇനി ഒരു 2 തക്കാളി അരിഞ്ഞിടാം. 2 തക്കാളി അരിഞ്ഞിടാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നമുക്ക് ഉപ്പിടാം. ഞാൻ കല്ലുപ്പാണ് ഇതിനായിട്ട് എടുക്കുന്നത്. 1 ടീസ്പൂൺ ഉലുവ, ഫ്രഷ് ഉലുവ. ഇനി ഇത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും എല്ലാം കൂടെ പൊടിച്ചതാണ്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നല്ല തക്കാളിയും എല്ലാം കൂടി നല്ല സ്ക്യൂസ് ചെയ്ത് നല്ല ചാറ് വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടിപൊളിയായിട്ട് ഞവടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പ്രഷർ കുക്കറിലോട്ടിട്ട് ഒരു 4-5 വിസിൽ വരണം. അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ അടുപ്പിച്ച് ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഏതാണ്ട് ഒരു 10ഓളം ചെറിയ ഉള്ളി ഞാൻ ചെറുതായി അരിഞ്ഞതാണ്. അത് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കാം. കറണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇടാം. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ടിടാം. നമുക്ക് നന്നായിട്ട് നല്ല ഡ്രൈ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വരട്ടിയെടുക്കാം. നമുക്കൊരു ഇച്ചിരി എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നുകൂടി നല്ലപോലെ വരണ്ട് വന്നതിന് ശേഷം ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഏതാണ്ട് നല്ല വരണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് അല്പം കൂടെ ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് കുറച്ച് ഓയിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിങ്ങനെ വരട്ടി എടുക്കാം. നമ്മൾ ബീഫ് വരട്ടിയത് ഏതാണ്ട് നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഒരല്പം കൂടെ വറ്റാനുണ്ട്. ഒരല്പം കൂടെ ആ വെള്ളത്തിൻ്റെ അംശം അങ്ങ് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. അതിന് മുൻപായിട്ട് നമുക്കൊരല്പം ഗരം മസാല ഇടാം. അല്പം കുരുമുളക് പൊടി കൂടി ഇടാം. നല്ല കുരുമുളക്. ഇനി അല്പം ഗരം മസാല ഇടാം.
അത് നന്നായിട്ട് മിക്സായിട്ട് ഒന്നും കൂടി ആ വെള്ളം അല്പം കൂടി ഒന്നും കൂടി വറ്റി കഴിയുമ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയാവും. ഇന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ഇന്നും കൂടെ ഒന്ന് വരണ്ട് വന്നോട്ടെ. ഓഫാക്കിയിട്ടുണ്ട്. നമ്മളെ ബീഫ് വരട്ടിയത് അടിപൊളി, നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു ഫ്രൈ ആണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണേ. കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നും കൂടി നല്ല ഒരു മണം കൂടെ വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. ഒന്ന് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു നാരങ്ങ നീര്, അതായത് ഒരു ഹാഫ് നാരങ്ങയുടെ നീരൂടി ഇതിലോട്ട് ഒഴിക്കാം. നല്ല ഫ്ലേവറെല്ലാം നമുക്ക് കിട്ടും ഇതിനായിട്ട്. ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ. നമുക്ക് ചപ്പാത്തിയും കൂട്ടി ഇതൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളി, സൂപ്പർ.